ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ടല്ലോ രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നത് സെൻറ്റ് ജോൺസ് വരെ പോവാണ് കേട്ടോ. സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന മിഷൻ ആശുപത്രി. ഇപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ അലർജിക്കും ശ്വാസമുട്ടലിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിമിഷ്ടവും കാര്യങ്ങളുമാണ്. ഇപ്പം അവിടെ പോയി ഒരാഴ്ചയായി, 7 ദിവസം. ഇന്ന് 9ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം 7 ദിവസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസം വിഷു ആയിരുന്നുകൊണ്ട് പോയില്ല. പിന്നെ ചേട്ടാനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടാക്ക് ഈ എന്നാ പറയുക, കോച്ചും പിന്നെ ഭയങ്കര പെയിനും കൈക്കും കാലിനും ഒക്കെ. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടലിൻ്റെ മരുന്ന് ചേട്ടാക്ക് പറ്റുന്നില്ല ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ഡോക്ടറെ കണ്ട് ഒന്ന് ചേഞ്ചൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ചേട്ടായിക്ക് കടയിൽ നിന്ന് കണ്ണില്ല, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നീ പോയിട്ട് വായോ. ഇന്ന് ഒറ്റ ദിവസം കൂടിയേ കഴിക്കാതെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് പിന്നെ അലർജി ഭയങ്കര പ്രശ്നമായി. ഭയങ്കര ഒരു വിമിഷ്ടമൊക്കെ, ശ്വാസം മുട്ടുന്ന പോലൊക്കെ. അപ്പോൾ ചേട്ടാ പറഞ്ഞു, നീ ഇരിക്കല്ലേ സിന്ധു, ഞാൻ പറയുന്നത് കേട്ടോ, മര്യാദയ്ക്ക് രാവിലെ ആശുപത്രി പോയിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പറയുന്നത് കേട്ടില്ല, അതിനും വഴക്ക് കിട്ടും. പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, അത് അതിനെക്കാട്ടി വലിയ വിഷമമാകും. അതുകൊണ്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് വരാം. അടുത്ത ദിവസം ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം. അല്ലാതെ പിന്നെ ഇങ്ങനെ ചേട്ടനെ കൊണ്ടാകുമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ് ഞാൻ. അപ്പോൾ എന്തായാലും പോയിട്ടൊക്കെ വരാം. പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ. നോക്കി വെയിലൊക്കെ നോ വെയിലൊന്നറിയോ, തീ മാതിരി വെയിൽ കേട്ടോ. സമയം 9 ആയതേ ഉള്ളേ. ഭയങ്കര വെയിൽ. ആശുപത്രിയുടെ അടുത്തെത്തി. സ്കൂൾ കാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങോട്ട് നടന്നു വരും കേട്ടോ. ഒട്ടും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല. ശ്വാസം മുട്ടാണോ, അയ്യോ എന്തുകൊണ്ടോ അവസ്ഥയാണ്. നല്ല പോയി മരുന്ന് മേടിക്കാം, അല്ലാതെ തന്നെ ചെയ്യാനല്ലേ. അസുഖമില്ലാതിരുന്നാൽ തന്നെ മനുഷ്യന് ഏറ്റവും ഇതാവും. രോഗം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യൻ്റെ കാര്യം. മനുഷ്യൻ്റെ തൊട്ടടുത്തുള്ള ഒരു മടവാട്ടോ, നല്ല രസമുണ്ടല്ലേ. കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടോ, നിറച്ച് മഞ്ഞ, എന്തോ പയറുള്ളി മാതിരി. മടത്തിനോട് വരുമ്പോൾ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മടത്തിനോട് കുറച്ച് പൂക്കളായിരിക്കും. അയ്യോ ഇതുകൊണ്ടോ നല്ല രസമാണ്. ഇത് മഞ്ഞയും റോസും 10 മണിപ്പൂ ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എനിക്ക് വേണ്ട ഇതൊരു ബൈപ്പാസ് മതിയാണ്, കുറുക്കുവഴി. ഞാനുണ്ടല്ലോ ചീട്ടൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നിടത്തൂടെ വന്നപ്പോഴത്തേക്കും ചാപ്പലിലൂടെ കയറിയേ. സെൻറ്റ് ജോൺസിനകത്ത് അകത്ത് തന്നെ ഉള്ളൊരു ചാപ്പലാണ് ഇത്. ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. ഞാൻ എപ്പോഴും ഇവിടെ പോകുമ്പോഴൊക്കെ ഇവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു നിശബ്ദതയും ചൈതന്യമല്ലേ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകും കേട്ടോ. അപ്പം ഞാനവിടെ കയറി പ്രാർത്ഥിച്ചു. ഇനി ഡോക്ടറെ കാണാനായിട്ട് പോകണം. മാതാവ് ഇരിക്കുന്നുണ്ടോ, മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചു. ഡോക്ടർ മേസിലിട്ട് ഞാൻ എൻ്റെ പ്രസവ സമയത്ത് എന്നെ നോക്കി ഡോക്ടർ ഇരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ കേട്ടോ. ഡോക്ടർ മേസിലിറ്റിൻ്റെ കൗണ്ടറിൻ്റെ അതിൽ പോവാണ്. പോയി മരുന്നൊക്കെ വാങ്ങിച്ചു, മരുന്ന് കിട്ടിയ ഉടനെ ഞാൻ അവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം ഭയങ്കരമായിട്ട് മുട്ടുന്നുണ്ടായിരുന്നു. സൈസ് പൂ നോക്കി, ശരിക്കും ഏലത്തിൻ്റെ ചെടി മാതിരി തോന്നി. ഏലം മാതിരി തന്നെ ഉണ്ട്, പക്ഷേ പൂവാണ് നിറച്ച് വേറൊരു സൈസ് പൂവ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കണ്ടോ. അതുകൊണ്ടോ ഒരു കിളിയിരിക്കുന്നു, എന്തോ ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് പേരെല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് തലയുണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കും കേട്ടോ, കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ. പിള്ളേരൊക്കെ വന്നവർക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ കണ്ടോ. ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്ന് സുഖമായിട്ട് മരുന്നും കഴിച്ചിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. വെള്ളം അവിടെ തിളയ്ക്കുന്നതിൻ്റെ സൗണ്ടുണ്ട്. ഇതുകൊണ്ട് ഈ പ്രാവശ്യം ഉണ്ടല്ലോ പരപ്പയിലെ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ പകുതി ചീത്തയായിപ്പോയി. എന്നാ ചെയ്യാനാണ് ഇത്. ഇനിയിപ്പോൾ പോപ്കോൺ എനിക്ക് ഉണ്ടാക്കാൻ ബാക്കി ഉള്ളത് ശരിയാക്കി എടുക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചാണേ. ഇതേ വാളമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ തേങ്ങ കഴിഞ്ഞ ദിവസം സമ്മന്തിക്ക് അരച്ചതാണ്. തേങ്ങയും പിന്നെ ഉള്ളിയും ഇഞ്ചിയും കൂടെ മാത്രമേ അരച്ചുള്ളായിരുന്നു. അത് നമുക്കെന്നാൽ ഇതിന് ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ മീൻകറിക്ക് ചുമല മീൻകറിയാണ് കഴിഞ്ഞ ദിവസം വെച്ചത്. എന്നാൽ ഇന്ന് ഞാൻ ഓർത്തു മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാൽ തേങ്ങ അരച്ചുള്ള മഞ്ഞക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് ചേട്ടാ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അവനെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഒരു മീൻ മേടിക്കും കേട്ടോ. ഇവിടെ വേറെ ഒരു മീൻ മേടിക്കാൻ ചേട്ടാ സമ്മതിക്കത്തില്ല. ഏത് മീൻ മേടിച്ച് കയറി വെച്ചാലും ചോദിക്കും വാള മേടിക്കാൻ മേലെ എന്ന്. വാളയ്ക്ക് ഒരു രുചിയുണ്ട്. വാള മാത്രം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. എന്നാ ചെയ്യാനാ, ഞാൻ വേറെ ഒരു കറി വെക്കാൻ പറ്റത്തില്ല. എന്നിട്ടേ സ്രാഗൻ വലുതല്ലേ, തിന്നാൻ പറ്റുമോ? എന്നാ തിന്നാം. ഇപ്പൊ ഉണ്ടല്ലോ ഒരു മീനിൻ്റെ ഒരു തലയല്ലേ കാണത്തുള്ളൂ. എപ്പോൾ മീൻ കറി വെച്ചാലും തലതാ. ഞാൻ ഇവിടുന്ന് ഈ തല കൊണ്ടിരുന്നു. ഇനി കുറെ തല പിന്നെ തല തന്നെയായിട്ട് സെപ്പറേറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോഴും വാളയല്ലേ മേടിക്കുന്നേ. ഒരു വാളം മേടിച്ചാൽ ഒരു തല കിട്ടും, 2 വാളം മേടിച്ചാൽ 2 തല കിട്ടും. 2 തല തിന്നും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ചോദിച്ചാൽ ഞാൻ ഇവിടെ തരും. അങ്ങനെ പറ്റത്തില്ല. ചുമ്മാ മനുഷ്യനെ സ്വയം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞാ. എന്നിട്ട് നല്ല കറിയാണോ?
ഇത്ര ഞാൻ വഴക്കിട്ടുകൊണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്ര വഴക്കിട്ടുകൊണ്ട് പന്നക്കറിയാന്ന് പറയുന്നത്. ഇതോളം ഇല്ലല്ലോ കേട്ടോ, വിളച്ചിരിന്റെ രാജാവ്. കൊള്ളത്തില്ലല്ലേ ഏട്ടായി? ആണോ ആണോ? എന്നാ കഴിച്ചോ. നോക്കിയത് രണ്ടുപേരും വന്ന് കാവലിരിപ്പുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ പപ്പാനെ വല്ല സാധനങ്ങൾ കടിച്ചു പറിക്കണമെന്ന് പറഞ്ഞത്. വേണോ ഏടാക്കിയ എനിക്ക് വേണ്ട, ഞാൻ കഴിച്ച പല്ലും തേച്ചു. നീ ഇത് ഇപ്പം ഇവിടെയാ വാസം. എല്ലാവരുടെയും പ്രത്യേക സ്ഥലത്തേക്ക് സുനിൽ നരീഞ്ചിയിൽ സിറ്റൗട്ടിലാണ് കിടക്കുന്നത്. ആർക്കും ഇടയിലും വന്ന് കൂട്ടിരിക്കാതാണ്. വെൺചന്ദ്രലേഖയുരപ്സരശ്രീ തരംഗ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരശ്രീ വെൺചന്ദ്രലേഖയുരപ്സരശ്രീ. 10 മിനിറ്റ് കിടക്കുവേ, ശരീരം തണുത്ത് കഴിയുമ്പോൾ പരിക്കത്ത് വെപ്പോ. ഞാൻ പോയി പാത്രം കഴിയട്ടെ. വാടാ ഇവിടെ വാടാ. എന്നാ കളിയാടാ ഇത്? എന്നിട്ട് സുനിപ്പ പറഞ്ഞത് കറക്റ്റായോ? തണുത്തില്ലേ ഏടായി? തണുപ്പായില്ലേ? അയ്യോ പെരക്കകത്ത് തീയാ, ഭയങ്കര ചൂടാ. കൊച്ചിന് ശൂത്രം കാണണോ? പാപ്പു താമസം മാറ്റി വീട്ടിൽ നിന്ന്. പാപ്പു താമസം മാറ്റിയതേ. എന്നാടി പാപ്പു താമസം മാറ്റി. പാപ്പു ഇപ്പൊ ഇവിടെയാ താമസിക്കുന്നേ. അയ്യോ പാപ്പുനെ കിടപ്പ് നാലുകാലം പറിച്ചോടി വരുന്നുണ്ട്. ഇതാ പിടി അടി സക്ക അടി സക്ക എന്നെടുക്കുവാ എന്നെടുക്കുവാ. എന്നത് ക്യാമറ എടുത്തിട്ടോ? തന്നെ നിന്ന് ഷോ കാണിക്കുന്നതാടാ നമ്മള് കാണാൻ വേണ്ടിട്ട്. കണ്ടോ, ഷോ കാണീര്. അതിന് വീർത്തി അതിന്റെ ഒഴുകുന്നോ? ചൂട് കാരണം. അയ്യോ ദൈവമേ മതി, വിയർത്ത് ഇറങ്ങുന്നോ. എല്ലാം പാടി കുത്തിപ്പോ എല്ലാം പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സൈസ് ചൂടാ. മുറ്റത്തോട്ട് ഇറങ്ങിയില്ല കേട്ടോ, മുറ്റം തൂക്കണം, തുണിയൊക്കെ കഴുകാനിട്ടിട്ടാട്ടെ ഇന്നത്തെ. എന്നാന്ന് ചേട്ടയുടെ കിടപ്പ്, ചേട്ടയുടെ ബെഡ് ഏതാ ഇപ്പം? ഇത് സിറ്റൗട്ട് ഇവിടെയാണ് ചേട്ടയുടെ ബെഡ്. പെട്ടെന്നൊരു വൈക്ക് മുറ്റത്ത് വന്ന് നിന്ന് ഞാൻ ഓർത്തിത് ആരാ എന്നാന്ന് കേട്ടോ. ഇതേ നല്ല ഫ്രഷ് ആറ്റുമീൻ കിട്ടിയേ, അതുകൊണ്ട് വന്ന് ചേറ് എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ചേട്ടൻ കുഞ്ഞിയാ, പക്ഷെ വെട്ടിയെടുത്താൽ സൂപ്പർ ആയിരിക്കും അല്ലേ? വെട്ടി ഒന്ന് എടുക്കാൻ ഇച്ചിരി. അയ്യോ ഇത് നോക്കിയേ, തീരെ കുഞ്ഞിക്കായും ഉണ്ടേ. ഇതെന്നാ സാധനം ഈ വലുത് നിന്നിട്ട്? അതെന്നാ സിലോപ്പിയോ? അല്ല പള്ളത്തിയോ ഗോൾഡോ? ആ ചേറ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? താഴോട്ടുള്ളതൊക്കെ ചേറ്. ഇതിനാണ് പാമ്പ് കാര്യം പറഞ്ഞു. അതെ അയ്യോ ദേ അത് ശരിയാ കാര്യം. തീരപ്പൊടി കല ഉറച്ചാ മതി. നല്ല വിനാഗിരി അല്ല, ചാരമൊക്കെ ഇട്ട് തേച്ചാണ്. ഇതിന് വെട്ടിയെടുക്കണ കുറെ പണിയാ. ശരി മേടിച്ചോണ്ട് വന്നപ്പോ നീ എന്നെ വഴക്കുറവാണോന്ന് ചോദിച്ചോണ്ടിരുന്നു. ആരെ? 500 രൂപയാണോ?
വണ്ടിക്കേ ഇടത്തോട്ടൊരു വലിവുണ്ട് തോയിടി ആണോ? പറയും മിറ്റം തൂത്താ, പക്ഷെ കാറ്റടിച്ച് വീണ്ടും ചപ്പായി. അല്ല, വീണ്ടും ചപ്പായിരുന്നു മിറ്റവേ. നല്ല വെയിലല്ലേ? എൻ്റെ ദൈവമേ, മീൻ കിട്ടിയത് കൊണ്ട് വന്ന കേട്ടോ. ആറ്റുമീൻ കിട്ടിയത് കൊണ്ട് ഓടി വന്നതാ. എൻ്റെ ദൈവമേ മതി. അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം 10:15 ഇപ്പം സമയം. എന്നാന്നറിയാം, ആശുപത്രി പോയിട്ട് വന്നിട്ടേ എൻ്റെ അമ്മയെ തുളന്നു കുത്തി അവശതയായിപ്പോയി. വന്നു, കുറച്ച് വെള്ളം കുടിച്ചു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, കയറി ഒറ്റ കിടപ്പ് കിടന്നു. എൻ്റെ പൊന്നെ, ഞാൻ എണീറ്റ് 4:15 എനിക്ക് ഒത്തേ പോണം. അയ്യോ, നമുക്ക് വെയിൽ പറ്റത്തില്ല കേട്ടോ. എല്ലാവരും വെയിലത്ത് പുറത്തിറങ്ങരുതേ, സൂക്ഷിച്ചോണേ. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജൊക്കെ. നമുക്ക് വെള്ളം ഏറെ കുടിക്കാം. കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കാത്ത പിള്ളേരായിരിക്കും, പക്ഷേ എല്ലാവർക്കും വെള്ളം കൊടുക്കണം കേട്ടോ. എല്ലാവരും പ്രത്യേകിച്ച് നാട്ടുപുറത്തുള്ളവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഏറെ വെള്ളം കൊടുക്കണേ. അല്ലെ വെള്ളമുള്ള അടങ്ങിയ ഫ്രൂട്ട്സ് ഏറെ കൊടുക്കണേ. എൻ്റെ പൊന്നെ, ശരിക്കും തളർന്നു പോയ അവസ്ഥയായി പോയി ഞാൻ ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും. പിന്നെ കയറി കിടന്നിട്ടേ പിന്നെ ഒന്നും ചെയ്യില്ല. രാവിലെ ചോറ് വെച്ചില്ല, കറി വെച്ചില്ല, ഒന്നും വെച്ചില്ല. രാവിലെ 2 ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. എനിക്ക് വയ്യാഞ്ഞോണ്ട് സത്യത്തിൽ ചേട്ടായി ഇന്നലെ രാവിലെ എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്നത്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ചേട്ടായി എന്നോട് പറഞ്ഞു ഓട്ടോയ്ക്ക് വിടാം, നീ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ചു വന്നാൽ മതി. പക്ഷെ അത്രയും കൂടെ പൈസ അതില്ലെന്ന് ഇത് ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു കേട്ടോ. ഈ ശ്വാസം മുട്ടൽ, ഭയങ്കര ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ എന്തെങ്കിലും ഞാൻ ഇനി എന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒറ്റ ദിവസം ഗുളിക കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസം മുട്ട് കൂടി വീണ്ടും. പിന്നെ ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര വേദന. ഈ കാലെനിക്ക് ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. അത് വേദനയല്ല, ഇങ്ങനെ കട്ട് കാണിക്കുക. മെഷീനെ പോയി കയറിയപ്പോൾ ഇച്ചിരി കുറയും. പിന്നെ നമ്മൾ ഈ ഒരുമിച്ച് ഞാൻ നിൽക്കുകയല്ലേ, നിന്ന് ജോലി ചെയ്യല്ലേ, അന്നേരം തന്നെ എനിക്ക് പിന്നെയും അതേപോലെ തന്നെ. എന്നാണേലും ഒന്നും ചെയ്യാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 4 മണിയായപ്പോൾ എനിക്ക് പടാന്ന് ഇച്ചിരി ചോറും കറിയും വെച്ചു. കഴിഞ്ഞ ദിവസം അമ്മ ചക്കക്കുരു ചിരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കാരണം തോരനും മെഴുക്കുവരട്ടിയൊക്കെ വേറെ ഉണ്ടാക്കി ഇതൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്ന് ചക്കക്കുരു മെഴുക്കുവരട്ടിയും വെച്ച് മീനും എടുത്ത് കറി വെച്ചു, ചോറും വെച്ചു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങ് ഇന്നലത്തെ ദിവസം പോയി. പക്ഷേ മരുന്ന് കഴിച്ചപ്പോൾ ഇന്ന് ഞാൻ ഓക്കെയാണ് കേട്ടോ. ശ്വാസം മുട്ടൽ കുറവുണ്ട്, ഓക്കെയാണ്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് മെഷീനകത്ത് തുണി അലക്കാനായിട്ട് കഴിയുമ്പോഴത്തേനും വോൾട്ടേജ് ഇല്ല, മോട്ടർ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കുറച്ച് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതായിട്ട് പോയി കഴുകി കുളിച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ പുകഞ്ഞ് വിയർത്തുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ വൈകിട്ട് ചേട്ടായി വന്നപ്പോൾ 2 ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചു തരട്ടെ. എനിക്ക് പുതിയ ഫോൺ കിട്ടിയല്ലോ. അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഐഫോൺ കേട്ടോ, നല്ല സൂപ്പർ. ഞാനിത് കണ്ടപ്പോൾ ശരിക്കുവേ ഫോൺ തന്നെ വിചാരിച്ചത്. എന്നാന്ന് പറയാമോ നിങ്ങൾക്ക്? എൻ്റെ ദൈവമേ, ഇത് സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു അനിയത്തി കുട്ടിയോട് എനിക്ക് വാങ്ങിച്ച് തരാമോ എന്ന് ചോദിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഞാനും ചേട്ടായും കൂടെ ഇവിടെ കുറേ ഇത് നോക്കി, പക്ഷേ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. എന്നാന്ന് കാണിച്ചു തരട്ടെ. കണ്ടോ, ഇതുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ജ്യോതി എന്നെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ ജ്യോതി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, സിന്ധുമ നഖം ഇങ്ങനത്തെ ഈ സാധനം മേടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യവും 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. 1 മാസത്തിന് നോക്കണ്ട, അവിടെ പോയി ചെയ്യാൻ നോക്കണതാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ ഒരു 5 പ്രാവശ്യത്തിന് മുകളിൽ, 5-6 പ്രാവശ്യത്തിന് മുകളിൽ ഞാൻ പോയി ചെയ്തു. 500 രൂപയാണ് നമ്മുടെ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന്. പക്ഷേ എനിക്ക് ശകലം പോലും വ്യത്യാസം വന്നില്ല. ആ നഖം അങ്ങനെ തന്നെ വരാം. ചെയ്യുമ്പോൾ നല്ല നീറ്റാണ്, ക്ലീൻ ആയിട്ടിരിക്കുവേ. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നഖം കുഴിഞ്ഞിറങ്ങുക. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ അതങ്ങ് ഇതായി റെഡിയായി എടുക്കാമെന്ന് പറഞ്ഞു. ജ്യോതിയുടെ നഖം അങ്ങനെയായിരുന്നു പറഞ്ഞു. പക്ഷെ ആരും ഒരാൾ ചെയ്ത് തരാൻ വേണം, നമ്മൾ തന്നെ ചെയ്യാൻ പാടാം. ഇച്ചിരി വേദനയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ജ്യോതിയുടെ കുഞ്ഞവളാണ് എല്ലാം റെഡിയാക്കി കൊടുത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ അവളുടെ 2 നഖം സെറ്റായി റെഡി ആയെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സിന്ധുമേ ഇവിടുന്ന് അങ്ങനത്തത് കൊണ്ടുവരാൻ പറ്റില്ല, ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഇതിങ്ങനെ നൈഫുമാരിയൊക്കെ അല്ലേ, അപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, കഷ്ടമായിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്നാ പറയുന്നത്, സ്വന്തം മോളെന്ന് പറയാം, അനിയത്തിക്കുട്ടി എന്ന് പറയാം, കൂടപ്പുറപ്പെന്ന് പറയാം, എങ്ങനെ വേണം പറയാം, അങ്ങനെ ഒരു പൊന്നുമോളുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഇതിൻ്റെ പേരെന്നാണെന്ന് പറഞ്ഞു തന്നിടി വെച്ചേ, എനിക്ക് ഒരെണ്ണം ഓർഡർ ചെയ്യണമെന്ന്.
എന്നാ സിന്ധുമ്മയെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ദേ ഓർഡർ ചെയ്ത് തന്നാണ് കേട്ടോ. വിലയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇത് സംഭവം പൊളിയാണേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മുടെ നഖം നല്ലതായിട്ട് സൂപ്പറായിട്ട് നീറ്റാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ബ്രഷും കൂടെ വേറെ അവൾ വാങ്ങിച്ച് ബോക്സിനകത്ത് ഇട്ട് റെഡിയാക്കി അയച്ചേക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ സെറ്റ്. ഇത് വേറെ അവൾ മേടിച്ച് അയച്ചേക്കുന്നത് നമ്മുടെ കാലിങ്ങനെ ഉരയ്ക്കാനും ഉപ്പുറ്റി ഉരയ്ക്കാനും ഒക്കെ. കണ്ടോ എന്തേലും സാധനം ഉണ്ടോ നോക്കിയത്, അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നഖം സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ചേട്ടായി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അപ്പുറത്തെ പിള്ളേരെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പേഴ്സ് കണക്കില്ലേ ഇങ്ങനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു മോളെ ചക്രക്കുട്ടി, താങ്ക് യു. ഒത്തിരി സന്തോഷം സിന്ധുമ്മ പറഞ്ഞ് അന്നേരം തന്നെ സിന്ധുമ്മയ്ക്ക് മേടിച്ച് തന്നതിൽ. ഞാൻ അങ്ങനെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സാധനം ആരോട് ചോദിക്കാറും പറക്കാറും ഒന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ് സത്യമായിട്ടും. ഉള്ള കാര്യം ഞാൻ പറയണമല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയണം അല്ലേ. ഞാൻ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അവരോട് ഇത് തരാമോ ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ ചോദിച്ച് തന്നെ മേടിച്ചതാണ്. പിന്നെ എനിക്ക് ചേട്ടായി വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ ഇതിനകത്തെ സാധനം അതങ്ങനെ ഇതാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോറാതിരിക്കേ, അതങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടായിയെ. അയ്യോ ഇതിൻ്റെ ഫോൺ നമ്പറൊക്കെ കണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചു കേട്ടോ ഇന്നലെ രാത്രിയിൽ. പക്ഷെ രാത്രി വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പൊട്ടിച്ചു. നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണേ. എനിക്ക് ഇത് എന്നതിനുള്ള ഗിഫ്റ്റാണെന്നറിയോ? വെഡിങ് ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അടുത്ത 29-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഈ ഗിഫ്റ്റ് തരുന്ന കുഞ്ഞ് എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഗിഫ്റ്റ് തരാറുള്ളതാണ്. അപ്പോൾ പപ്പായ്ക്കും ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നോ നാളെ കണ്ട് കിട്ടുമെന്ന് പറഞ്ഞു, അറിയത്തില്ല. അപ്പം ആ മോൾ അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണം 2 കല്യാണം ഈ ആഴ്ച തന്നെ. ഒന്ന് അമ്മാവൻ്റെ മോൻ്റെ കല്യാണം, പിന്നെ നമ്മുടെ ജയകുമാറിൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം, അങ്ങനെ 2 കല്യാണം. പിന്നെ കീർത്താമസം അമ്മാവൻ്റെ മോൻ്റെ ഞങ്ങളുടെ പാലായിൽ കീർത്താമസം ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇത്രയും നല്ല സൂപ്പർ ചുരിദാർ തുണി കിട്ടിയിട്ട് എന്നാൽ ഈ ചൂടത്തുണ്ടല്ലോ നമുക്ക് പാടല്ലേ ഇത് സാരി ഇട്ടുകൊണ്ട് നമുക്ക് പാടാം. കാര്യം ഞാൻ സാരിയൊക്കെ തയ്പ്പിച്ച് ബ്ലൗസൊക്കെ തയ്പ്പിച്ച് വെച്ചതായിരുന്നു. ഇവിടെ കിട്ടിയല്ലോ സാരിയില്ലേ. അപ്പോൾ ഞാൻ തയ്പ്പിച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് തയ്ച്ചിടാമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇത് തയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതിലൊരു നല്ല ഫംഗ്ഷൻ ഇടാൻ വേണം കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പിന്നെ അമ്പലത്തിലെ ഉത്സവം കാര്യങ്ങളും എല്ലാം നമുക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ഇടാം, തയ്പ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഗിഫ്റ്റുകളൊക്കെ? എൻ്റെ നഖത്തിന് എല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുക്കണം. കേടൊന്ന് മാറ്റി നഖം ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല ഷോളും വലിപ്പമുള്ള ഷോളും നല്ല വർക്കുള്ള ഷോളും ഒക്കെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണേ. അപ്പം ഇത് തയ്ച്ചിട്ട് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവലോട്ടോടെ ഇടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.